ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ക്യാരറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ക്യാരറ്റ് വലിയ 2 ക്യാരറ്റാണ്, വലിയ 2 ക്യാരറ്റ് മതി. ഞാനാണെങ്കിൽ ഒരു 2 ക്യാരറ്റ്, അത് 2 എണ്ണത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് അതിൻ്റെ മേളത്തെ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ തുടർന്നുള്ള വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. തുടർന്നുള്ള ഞാൻ ചെയ്യുന്ന ഫുഡ് റെസിപ്പികളും അല്ലാത്ത വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ക്യാരറ്റൊക്കെ കഴിക്കും. പിന്നീട് നമ്മൾ ചെയ്യേണ്ട മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്ത് 1 കപ്പ് അരിപ്പൊടി, അത് വറുത്ത അരിപ്പൊടി ആയിരിക്കണം, വറുത്ത അരിപ്പൊടി, ആവശ്യത്തിനുള്ള പഞ്ചസാര, 2 ഏലക്ക, ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വേവാൻ വെച്ചിരുന്ന ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിൻ്റെ വിസിലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം അത് മൂടി തുറന്ന് നമ്മൾ കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുക. നമ്മൾ അടിച്ചെടുത്ത ബാറ്ററിയിൽ നിന്ന് ഒരു പകുതി എടുത്ത് മാറ്റി വെക്കുക. കാരണം അടിച്ച് വന്നപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ബാറ്ററിക്കകത്തോട്ട് തന്നെ വെന്ത ക്യാരറ്റ് ചൂട് പോയതിന് ശേഷം ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സെപ്പറേറ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇതിനകത്തോട്ട് തന്നെ വീണ്ടും ക്യാരറ്റും ഇട്ട് കുറച്ച് അരിപ്പൊടി, പഞ്ചസാര, ഏലക്കയും കൂടി പിന്നീടും ഇട്ട് അടിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് സെപ്പറേറ്റായിട്ട് ചെയ്തെടുത്താലും മതി. ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിനകത്ത് നെയ്യ് തടവി ആ പാത്രത്തിനകത്തോട്ടാണ് നമ്മൾ രണ്ടാമത് ക്യാരറ്റ് ചേർത്ത് അരച്ച ബാറ്റർ ആദ്യം ഒഴിക്കുക. നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാൻ സൗകര്യത്തിൽ ഏത് പാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിലോട്ട് ഇതെടുത്ത് വെക്കുക. ഞാനാണെങ്കിൽ ഇഡലിക്കുട്ട വെച്ചത്. ഇഡലിക്കുട്ടത്തിനകത്ത് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയത് വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്രം എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇഡലിക്കുട്ട ആയാലും വേറെ ഏത് പാത്രത്തിലായാലും സ്റ്റീം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പം ആ പാത്രത്തിന് ഫുള്ളായിട്ട് എടുത്ത് ഒഴിക്കരുത്. നമുക്കിനി ഒരു ലെയറും കൂടി ഇതിന് മുകളിൽ ഒഴിക്കാനുള്ള സൗകര്യത്തിൽ വേണം നമ്മൾ ആദ്യത്തെ ബാറ്റർ ഒഴിക്കാനൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചത് ഒരു ഹാഫ് കുക്കായതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് വീണ്ടും ആവി കയറ്റുക. ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ സ്റ്റീം ചെയ്യുന്ന ഫുഡ് പോലെ തന്നെയാണ് ഇതും. കുറച്ച് നേരം എടുത്ത് തന്നെ ഇരുന്ന് ആവി കയറ്റിയാലേ ഇത് വെന്ത് വരത്തുള്ളൂ. അകമൊക്കെ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ആ ഉള്ളൊക്കെ ഒന്ന് വെന്തോന്ന് കുത്തി നോക്കണം. അതിൽ സ്റ്റിക്കിനകത്ത് പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ആ പാത്രത്തിൽ നിന്ന് മാറ്റുക. എനിക്ക് അത്ര സമയം കിട്ടിയില്ല. ഇത് വെക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മോളത് കട്ട് ചെയ്തെടുക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്യേണ്ടി വന്ന്. എന്നാലും കുഴപ്പമില്ലാതെ തന്നെ കട്ട് ചെയ്യാൻ പറ്റി. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പത്തിയിലൊന്നും അങ്ങനെ സ്റ്റിക്കി ആയിട്ടൊന്നും ഇരിക്കുന്നില്ല. ക്യാരറ്റൊന്നും കഴിക്കാത്ത എൻ്റെ മോള് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾ നന്നായിട്ട് അത് കഴിക്കുകയും ചെയ്തു. നിങ്ങളും ഇതേപോലെ തന്നെ വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.